അടുത്ത 2 ദിവസത്തിനകം പെരുന്നാളായി. അപ്പോൾ എല്ലാവരും പെരുന്നാളിന് മുമ്പ് ഒരു വാഹനം പർച്ചേസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഒത്തിരി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വാഹനങ്ങൾ ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതുപുത്തൻ ഒരുപാട് കളക്ഷൻസാണ് നമ്മൾ ഈദോടനുബന്ധിച്ച് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 200 ചില്ലാനം വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. ഒരു നല്ലൊരു കിഡിലം സ്വിഫ്റ്റൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ആയിരുന്നു. 0 ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു 18 റേഞ്ചിൽ പെട്രോളും മൈലേജ് ലഭിക്കുന്ന 2018 മോഡൽ സ്വിഫ്റ്റ് LXi വിലവെന്ന് വെറും 4,75,000 രൂപ 0 ഡൗൺ പേയ്മെൻറ്റിലൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ വാഹനമുണ്ട്. അങ്ങനെ ഒട്ടനവധി വാഹനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് വന്നത്. ട്രൂ ചോയ്സിൻ്റെ മറ്റു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ 2 കിലോമീറ്റർ ഉള്ളോട്ട് ഒരു വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ കുന്നും പ്രദേശത്താണ് നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. നാവ് ചെറുതായിട്ട് ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഏകദേശം 10-12 വാഹനങ്ങൾ അടങ്ങിയൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി എല്ലാ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്ത് സഹായത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതിനകത്ത് തന്നെ ഇന്ന് മാനുവലും ഓട്ടോമാറ്റിക്കും പെട്രോളും ഡീസലും എല്ലാ വാഹനങ്ങളും മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രം അന്വേഷിച്ച് കൊടുക്കുന്നവർക്ക് ഒരുപാട് കളക്ഷൻസാണ് നമ്മൾ വന്നത്. 35ഓളം സ്റ്റോക്ക് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രം. അതിനകത്ത് സഡാൻ, AMT, AT, CVT തുടങ്ങിയിട്ട് എല്ലാ ഗിയർ ബോക്സ് വാഹനങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 7 സീറ്റ് വാഹനങ്ങൾ മാത്രമായിട്ട് XUV, TV തുടങ്ങിയിട്ടുള്ള മഹീന്ദ്രയുടെ വാഹനങ്ങൾ, പിന്നെ അതേപോലെ ഹോണ്ടയുടെ വാഹനങ്ങൾ, മാരുതിയുടെ വാഹനങ്ങൾ എല്ലാം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വാഹനം ഒരു സീറ്റ് കവറുകൾ പൊട്ടിക്കാത്ത നല്ലൊരു കിഡ്ലം ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. 2020 മോഡൽ സാൻഡ്രോ മാഗ്ന വേരിയന്റ് വാഹനം. ഹ്യുണ്ടായി സാൻഡ്രോ 1.1 ലിറ്ററിൽ വരുന്ന അത്യാവശ്യം മൈലേജ്, പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന, അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്ന ഒരു ഷോറൂം മിൻ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 16,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള KL 23 കൊട്ടാരക്കര കരുനാഗപ്പള്ളി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. പക്ക എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരേപോലെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. 16,000 കിലോമീറ്റർ 4 വർഷം കൊണ്ട് തന്നെ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. ഏകദേശം ഒരു 17,000-18,000 കിലോമീറ്റർ ഇനിയും റൺ ചെയ്യാനുള്ള ടയർ കണ്ടീഷൻ എല്ലാം ബാലൻസ് നിൽക്കുന്ന നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ എവിടെയും പരിക്കോ കാര്യങ്ങളോ ഡാമേജോ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ പക്ക നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. സാൻഡ്രോ 1.1 ലിറ്ററിൽ ഇരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശേഷം ഒരു 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സാണ് കമ്പനി ഇതിനകത്ത് ഈ ഒരു മാഗ്ന എന്നുള്ള പേരിനകത്ത് കൊടുത്തിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെ സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി വരുന്ന സീറ്റ് കവർ പോലും പൊട്ടിക്കാത്ത അത്രയും പക്ക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. കോ ഡ്രൈവർ സീറ്റ് കവർ മാത്രമാണ് പൊട്ടിച്ചിട്ടുള്ളത്. ബാക്ക് റോയിൽ സീറ്റ് കവർ അല്ലെങ്കിൽ ഡ്രൈവർ സൈഡിൻ്റെ സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണത്. ഒരു 4 5 ഫാമിലിക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ, ഈസി ആയിട്ട് നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന, മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് ഹ്യുണ്ടായി സാൻഡ്രോ എന്നുള്ള വാഹനം. എൻജിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞാണ് എഞ്ചിൻ റൂം ഒരു കാരണവശാലും വാഷ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ പൊടികൾ അവിടെയും പൊടിയൊക്കെ കാണാനുണ്ടെന്നല്ലാതെ വേറെ ഒരു നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. ഓയിൽ ലീക്ക് ഇല്ല, അല്ലെങ്കിൽ തട്ടോ അപ്പുറമോ ചേസ് ഫോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കോ ഒന്നും ഡാമേജ് ഇല്ലാതെ പക്ക നല്ല ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനമാണ് ഹ്യുണ്ടായി സാൻഡ്രോ 2020 മോഡൽ വെറും 16,000 കിലോമീറ്റർ ഓടിയുള്ള മാഗ്ന വേരിയൻ്റ് ഈ വാഹനം. ഈ വാഹനം സ്വന്തമാക്കാൻ നെറ്റ് പ്രൈസോടുകൂടി 4 ലക്ഷം രൂപക്ക് ഒരു 360 വരെ നമുക്ക് അതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസ കാലയളവോടുകൂടി. ഏകദേശം 8,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരും. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ ഒരു സെഡാൻ വാഹനമാണ്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ 2016 മോഡൽ VXi വേരിയൻ്റ് വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 35 കോട്ടയം പാല രജിസ്ട്രേഷനിൽ നല്ലൊരു അടിപൊളി വാഹനം. സെഡാൻ വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ലഭിക്കും. അതേപോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറഞ്ഞൊരു വാഹനമാണ് സ്വിഫ്റ്റ് ഡിസയർ എന്നുള്ളത്. സ്വിഫ്റ്റ് ഡിസയർ ആ കാറ്റഗറി വാഹനങ്ങളൊന്നും കാര്യപ്പെട്ട പെട്രോളും മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ കിട്ടാത്തൊരു വാഹനമാണ്. നോർമൽ നിങ്ങളൊരു ഓയിൽ സർവീസ് ചെയ്ത് പോകാമെന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ വരാൻ ചാൻസ് വളരെ കുറവുള്ളൊരു വാഹനം കൂടിയാണിത്. നോർമൽ പെട്രോൾ ഒരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. VXi എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ മിഡിൽ ഓപ്ഷനാണ്. അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഈ വാഹനത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. 2016 ആയതുകൊണ്ട് 2015 ശേഷം ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള വാഹനം കൂടിയാണിത്. 2017 ലാസ്റ്റ് വരെയാണ് ഈ ഷേപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2017 ലാസ്റ്റോട് കൂടി പുതിയ ഷേപ്പിൽ വാഹനം ഇയർ ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തെപ്പറ്റി എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. വെറും 70 സംതിങ് കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളതും പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ളൊരു വാഹനമാണ്.
ബോഡിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ബാക്ക് റോക്ക് നോക്കുകയാണെങ്കിൽ ടൈൽ ലാമ്പിനകത്ത് ചെറിയൊരു ക്രാക്ക് ഇവിടെ സൈഡിലായിട്ടുണ്ട്. റീപ്ലേസ് ചെയ്യേണ്ടെന്ന് കാര്യമില്ല, ചെറിയൊരു സ്ക്രാച്ച് മാത്രമാണുള്ളത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 80-85% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സാണ് കമ്പനി ഇതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് ഓവർ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണെന്ന് പറയാം. ഈ സ്വിഫ്റ്റ് ഡിസയർ 2016 മോഡലിൽ വരുന്ന ഈ ഒരു വാഹനം. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിംഗ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഡാമേജ് ഒന്നുമില്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. എല്ലാം ഒറിജിനൽ ക്രോസ് ബമ്പർ, പിന്നെ പാനലൊക്കെ കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും പാനലോ കാര്യങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ബോണറ്റിനൊന്നും റീപ്ലേസ് ഇല്ല. കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിലാണ് അത് നിൽക്കുന്നത്. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എന്നുള്ള സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം കണ്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം സ്വന്തമാക്കാം. 4,80,000 രൂപയ്ക്ക്. ഒരു 4,25 വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2016 ആയതുകൊണ്ട് നമുക്ക് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം EMI 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. ഇനി പെട്രോൾ വാഹനം വേണ്ട, ഡീസലാണ് ഡിസൈറിൽ വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റോക്ക് 2015 മോഡലാണ് VD വേരിയന്റ് വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള മിഡിൽ ഓപ്ഷൻ. സെയിം നമ്മൾ VXI കാണിച്ചതിൻ്റെ സെയിം ഡീസൽ എഞ്ചിൻ, സെയിം ഫീച്ചേഴ്സ് വരുന്നു. ഒരു വർഷം മോഡൽ പിറകോട്ടാണെന്ന് മാത്രം, വേറെ ഡിസൈനിലോ കാര്യങ്ങൾക്ക് ഒന്നും വ്യത്യാസമല്ല. സെയിം ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. 2015 ഈ ഒരു ഷേപ്പിലേക്ക് വാഹനം വന്നിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതും സെയിം ക്വാളിറ്റിയിൽ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള പ്രത്യേകിച്ച് അപാകത കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. ഇതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70%, ഫ്രണ്ട് ഒരു 70%, ബാക്ക് 90%, മുകളിൽ 100% തന്നെ പറയാം. ഫുൾ കട്ട ടയേഴ്സിലാണ് നിൽക്കുന്നത്. ബാക്ക് ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്ക് കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ടൈൽ ലൈറ്റ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. മുമ്പത്തെ വാഹനത്തിന് ആ ടൈൽ ലൈറ്റിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യപ്പെട്ട പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളോ അതും വരാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം. സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. എഞ്ചിൻ റൂം വാഹനം ലോക്ക് ആയതുകൊണ്ട് ഉൾഭാഗം കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ബോണ്ടിൻ്റെ വിഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ കാര്യപ്പെട്ട പ്രശ്നമൊന്നും വരാനില്ല. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് കൂടുതൽ വരികയാണെങ്കിൽ മാത്രം പിന്നെ പെയിൻറ്റിങ് ചെയ്യുക. കാരണം വെച്ചാൽ ഈ ഒരു ചെറിയൊരു സ്ക്രാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ ഈ ഒരു ബോണറ്റിൻ്റെ കംപ്ലീറ്റ് പോർഷൻ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചില ആ ഒരു തിക്നെസ് ഷേപ്പ്, ഈ ഒരു ലൈനിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മേജർ വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രം സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു വാഹനം നല്ല ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ ചെറിയൊരു വരാനുമ്പോഴേക്കും അത് മൊത്തമായിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാർട്സിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. അങ്ങനെ ഓവർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 18-19 റേഞ്ചിൽ നമുക്ക് മൈലേജും ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ സ്വിഫ്റ്റ് ഡിസയർ VD എഞ്ചിനിൽ വരുന്ന ഈ വാഹനം. VD ആയതുകൊണ്ട് തന്നെ പിന്നെ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഡീസൽ ആയതുകൊണ്ട് തന്നെ മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മേജർ സർവീസ് ഇതിൻ്റെ കഴിഞ്ഞിട്ടില്ല. ഒരു 120-130 സാധാരണ ഇതിൽ കറക്റ്റ് സർവീസ് പോയ ഒരു വാഹനങ്ങൾക്ക് വരാറ്. സർവീസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 70-ലും 75-ലും 60 വരെ ടൈമിംഗ് ചെയിൻ മാറിയ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സർവീസ് പ്രോപ്പർ എല്ലാ 10-ലും കറക്റ്റ് സർവീസ് പോയൊരു വാഹനമാണെങ്കിൽ ഒരു 130-140 റേഞ്ച് വരെയൊക്കെ ടൈമിംഗ് ചെയിൻ മാറാതെ തന്നെ അത് ഓടും. അപ്പോഴേക്കൊക്കെ അതിൻ്റെ അടി വരുന്ന സമയത്ത് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,70,000 രൂപയ്ക്ക്. ഒരു 4 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. 2015 ആയതുകൊണ്ടും 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുക. ഏകദേശം ഒരു 9 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതി സുസുക്കി ഏറ്റവും കൂടുതൽ ആവശ്യക്കാരിലൊരു വാഹനം മാരുതി സുസുക്കി വാഗണർ 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 58,000 കിലോമീറ്റർ ഓടിയുള്ള KL12 വയനാട് രജിസ്ട്രേഷനിൽ വരുന്ന VXI വരുന്ന വാഹനമാണ്. നല്ലൊരു ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള അപാകത കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനമാണ് VXI വരുന്ന ഈ വാഗണർ. അത്യാവശ്യം ആവശ്യക്കാർ വാഹനങ്ങൾ കസ്റ്റമേഴ്സ് ചോദിക്കുന്നൊരു വാഹനം കൂടിയാണ് മാരുതി സുസുക്കിയിൽ. കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്ന 1000 cc വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. വാഗണർ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ നല്ല വൃത്തിയിൽ ആ ബോണ്ടിൻ്റെ ഭാഗങ്ങളിൽ ബോണ്ടിൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. VXI ആയതുകൊണ്ട് തന്നെ ബേസിക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള മിനിമം ഒരു കമ്പനി സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സാണ് കമ്പനി ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എവിടെയും ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. 4 പുത്തൻ ടയേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാമറ ഒന്നും ഉള്ളിനകത്ത് ഡിസ്പ്ലേ കാണുന്നില്ല. ക്യാമറ ഒക്കെ മുമ്പ് എടുത്ത് ഒഴിവാക്കിയതാണ്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറിൻ്റെ ക്ലസ്റ്റർ ഇതിനകത്ത് ഫ്രണ്ടിൽ കാണുന്നുണ്ട്.
ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഒരു സീറ്റ് കവർ പ്രീമിയം ടച്ചിങ്ങോട് കൂടി ഒരു സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗങ്ങളിലുള്ള ഡോർ പാഡ് അല്ലെങ്കിൽ സ്റ്റാരിംഗ് വീൽ ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ആ ഒരു കമ്പനി ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഈ ഒരു കോ ഡ്രൈവർ സീറ്റ് ചെറിയ രീതിയിൽ ഫെയ്ഡിങ് ഒരു കളർ സ്റ്റിച്ചിങ് ചെറുതായിട്ട് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് മാത്രം, പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇന്റീരിയർ ഭാഗങ്ങൾക്ക് കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എൻജിൻ സൈഡ് ജസ്റ്റ് കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക നല്ല ഷോറൂം അധികം ഇറങ്ങി അതേ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. എവിടെയും പരിക്കോ ഡാമേജോ കാര്യങ്ങളോ പൊട്ടോ ചേസ് പൊട്ടോ അല്ലെങ്കിൽ പേസ്റ്റിങ്ങിന് ഡാമേജോ ഒന്നുമില്ല. പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം. ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടില്ല. ആ ഭാഗത്തെയും കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് 2018 മോഡൽ വാഗണർ VX ഇവൻ്റെ വാഹനം സ്വന്തമാക്കാം 4,10,000 രൂപക്ക്. ഒരു 360 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ് 2018 മോഡൽ വാഗണർ VX ഇവൻ്റെ ഈ വാഹനം. 5 വർഷത്തേക്കായിരിക്കും ഇതിന് 5 വർഷത്തേക്കായിരിക്കും ഇതിന് EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 8,000 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. മൈലേജാണ് നിങ്ങളുടെ പ്രശ്നം എങ്കിലിതാ ഒരു കിഡിലൻ 22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഒരു ടാറ്റ ടിഗോർ, അതും ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL02 കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ലൊരു ഫുൾ ഓപ്ഷനിൽ വരുന്നൊരു നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. എക്സെറ്റ് ഓപ്ഷൻ എന്നുള്ള വേരിയൻ്റാണ് വരുന്നത്. ഡുവൽ ടോണിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി എക്സെറ്റ് ഓപ്ഷൻ എന്നുള്ള വേരിയൻ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള ഒരു വാഹനമാണ് എക്സെറ്റ് ഓപ്ഷൻ എന്നുള്ള ഈ ടിഗോർ എന്നുള്ള വാഹനം. ഡീസൽ എഞ്ചിനിലെ 1.2 ലിറ്ററിൽ നിന്ന് ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 20 to 22 വരെ നമുക്ക് മൈലേജും ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. സഡാൻ വാഹനം ആയതുകൊണ്ട് ചെറിയ അത്യാവശ്യം നല്ല ഡിക്കി സ്പേസും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ബമ്പർ ചെയ്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ റണ്ണിംഗ് ബോർഡിൻ്റെ താഴെ ഭാഗം ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രണ്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള റീപെയിൻറ്റ് വർക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് പറയാനില്ലാത്ത ഒരു വാഹനമാണ് ഈ ടിഗോർ എന്നുള്ള ഈ ഒരു ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും കമ്പനി സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അഡീഷണലി കവർ ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്നൊരു പോരായ്മയുണ്ട്. പിന്നെ ചെറിയൊരു ഡിസ്പ്ലേ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്കോ മോഡ്, സ്പോർട്സ് മോഡ് എന്നുള്ള മോഡുകൾ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് ചെയ്ത് കമ്പനി വന്നിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട എക്സ്റ്റീരിയറിലോ അല്ലെങ്കിൽ ഇന്റീരിയറിലോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല രീതിയിൽ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ടിഗോർ ഡീസൽ എഞ്ചിനിൽ വരുന്ന 2018 മോഡലിൽ വരുന്ന ഈ വാഹനം. എഞ്ചിൻ റൂം കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നുമില്ല. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് പറയാം. ഈ വാഹനം സ്വന്തമാക്കാം 0 ഡൗൺ പേയ്മെൻറ്റ് വെറും 4,55,000 രൂപക്ക്. 4,55 നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസത്തവണയോട് കൂടി ഏകദേശം 10,511 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു 7 സീറ്റ് വാഹനമാണ്. പെട്രോൾ എഞ്ചിനിലാണ് 7 സീറ്റ് ഹോണ്ട മൊബീലിയോ 2015 മോഡൽ എന്ന വേരിയൻ്റ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL53 നമ്മുടെ സ്വന്തം പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്ന ഒരു വാഹനം കൂടിയാണ്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാംപ്സ് തുടങ്ങിയിട്ടുള്ള ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന IVTEC എഞ്ചിൽ 1.2 ലിറ്ററിൽ വരുന്ന വാഹനമാണിത്. ഏകദേശം ഒരു 15 to 16 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജ് ലഭിക്കുന്ന കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ല ഹൈ ബോഡി ക്വാളിറ്റി കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ എല്ലാ പത്തിനും സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ എവിടെയും കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഡിക്കിയുടെ താഴെ ഭാഗത്ത് ചെറിയൊരു ഡെൻ്റ് ഉണ്ട്, ഒരു ചെറിയ മൈന്യൂട്ട് ഡെൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ചെറിയ റീപെയിൻറ്റ് വർക്ക് ഉണ്ട് ബമ്പറിൽ, അതേപോലെ തന്നെ ക്വാർട്ടർ പാനലൊക്കെ ചെറിയ റീപെയിൻറ്റ് വർക്കും ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഹോണ്ട മൊബീലിയോ 2015 മോഡൽ വരുന്ന വേരിയൻ്റ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഒരു സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി കവറിൻ്റെ പുറമെ ഒരു അഡീഷണൽ നല്ലൊരു ഫിറ്റിംഗ്സോട് കൂടിയ സീറ്റ് കവർ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് എന്നുള്ള വേരിയൻ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ നോർമൽ AC ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, മിറർ ഫോൾഡിംഗ് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കമ്പനി എന്നുള്ള വേരിയൻ്റിനകത്ത് ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തൈ സപ്പോർട്ടും ലെഗ് സ്പേസും ഉള്ളൊരു വാഹനം കൂടിയാണ് മൊബീലിയോ.
അത്യാവശ്യത്തിലധികം സ്പേസ് എന്ന് പറയാൻ നമുക്ക് ബാക്കിൽ ഏറ്റവും ബാക്കിൽ റോയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്കൊരു ലെഗ് സ്പേസ് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടികൾ മാത്രമല്ല നമുക്ക് വലിയവർക്കും മുതിർന്നവർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ കംഫർട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഹോണ്ട മൊബീലിയോ എസ് എന്നുള്ള വേരിയൻ്റ് ഈ വാഹനം. ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമോ ചേസോ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പറിൻ്റെ ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് തുടങ്ങിയതിലൊന്നും ഐ.വി. ടെക്കിന് ഞാൻ ഇതുവരെ ഒരു വാഹനത്തിനകത്ത് പോലും ഐ.വി. ടെക്കിനകത്ത് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കണ്ടിട്ടില്ല. പരിക്ക് കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഹോണ്ട മൊബീലിയോ 2015 മോഡൽ എസ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 70-something കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം സ്വന്തമാക്കാം 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഏകദേശം ഒരു 460-450 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസ കാലയളവോട് കൂടി. ഏകദേശം ഒരു 10 രൂപ അല്ലെങ്കിൽ 10,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. ഈ ഡേറ്റ് എന്താണെന്നല്ല, സാൻഡ്രോ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഒത്തിരി ആവശ്യക്കാരുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിലൊക്കെ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ സാൻഡ്രോ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വാഹനം കൊണ്ടുവന്ന് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം തന്നെ വാഹനം സെയിലായി പോകുന്നുണ്ട്. സാൻഡ്രോ ഓട്ടോമാറ്റിക് അന്വേഷിച്ച് നടക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കമ്പനി ഓൾറെഡി കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഈ ഒരു വാഹനങ്ങൾക്ക് ഇത്ര ഡിമാൻഡ് കൂടാൻ കാരണം. മാനുവലിനെ അപേക്ഷിച്ച് ഓട്ടോമാറ്റിക്കിന് കുറച്ചും കൂടി ആവശ്യക്കാരുണ്ട്. ഈ ഒരു വാഹനം 2019 മോഡലിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വാഹനമാണ്. സ്പോർട്സ് എന്നുള്ള വേരിയൻ്റാണ്. കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന KL 07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം എന്നുള്ളത്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. ആസ്റ്റയുടെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണിത്. AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനം കൂടിയാണിത്. ഒരു ഏകദേശം ഒരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജ് ലഭിക്കുന്ന 1.1 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്യാവശ്യം മൈലേജും പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും ഇതിന് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൽ ഇത്ര ആവശ്യക്കാർ വരാൻ കാര്യം. പിന്നെ ഒരു വെറൈറ്റി കളറും കൂടിയാണ്. ഗ്രേ കളർ ഒരു അത്യാവശ്യം നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു കളർ കൂടിയാണിത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഭാഗം തന്നെയാണ്. കമ്പനി കവറാണ്, സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അഡീഷണലി വേണമെങ്കിൽ ഒരു കവർ ചെയ്യാം. പക്ഷേ കമ്പനി കവറിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ല വൃത്തിയിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേ ഒക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. സ്റ്റാരിംഗ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. പവർ വിൻഡോൻ്റെ സ്വിച്ചസ് ഇവിടെയാണ്. ഗിയർ ലിവറിൻ്റെ അടുത്താണ് പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഏതാണ് ഫ്രണ്ടിലെ റോൻ്റെ സ്വിച്ച് ഏതാണെന്നുള്ളത് കൺഫ്യൂഷൻ വരും. പിന്നെ അതേപോലെ തന്നെ ഗിയർ ലിവറും അത്യാവശ്യം ഒരു നല്ല ഒരു ഐറ്റണിലൊക്കെ കൊടുത്തിട്ടുള്ളത് അതേ സെയിം ഗിയർ ലിവറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ AC വിൻഡിൻ്റെ നോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൻസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ് AC വിൻഡിൻ്റെ നോബ് ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിശാലമായിട്ട് നിൽക്കുന്ന ഒരു ഡാഷ് ബോർഡാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് റോ അത്യാവശ്യം ഒരു മിനിമം ലെവലിലേക്ക് നമുക്ക് ഫ്രണ്ട് ബോണറ്റിൻ്റെ അറ്റം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത. ടയർ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 4 ടയർസ് ഒരു ആവറേജ് ടയേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. പിന്നെ സ്മാർട്ട് ഓട്ടോ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ ഫ്രണ്ടിൻ്റെ ആ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിങ് കാര്യങ്ങളൊന്നും പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പേസ്റ്റിങ്ങോ പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് ഇതിനകത്ത് നിലവിൽ കണ്ടീഷനിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. MP എന്നുള്ള ബാഡ്ജിങ് ഒക്കെ എയർ ഫിൽറ്ററിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ്. ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വരുന്ന 2019 മോഡൽ ഹ്യുണ്ടായി സാൻഡ്രോ സ്പോർട്സ് വേണ്ടിയിരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഉള്ള ഹിൽ ഹോൾഡ് അസിസ്റ്റ് കാര്യങ്ങൾ തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള വാഹനം. പുതിയതായിട്ട് വാഹനം ഇറങ്ങുന്നവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവിംഗ് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ കയറ്റത്തിലൊക്കെ വാഹനം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പുറകോട്ട് ഇറങ്ങുന്ന ടെൻഷനോ ആദ്യമോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പിന്നെ ടൗൺ പർപ്പസിനൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം ചെറിയൊരു സ്പേസുള്ള ഒരു അൾട്ടോടെ ആ ഒരു സ്പേസ് ഈ വാഹനത്തിനകത്തും വരുന്നുള്ളൂ. അതിനേക്കാൾ ചെറിയൊരു വീതി കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇടവഴിയിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു സ്പേസിലൂടെയൊക്കെ വാഹനം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു വാഹനം കൂടിയാണിത്. ഈ വാഹനം നെറ്റ് പ്രൈസ് ആയിട്ട് 4,75,000 രൂപയ്ക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അതും പുതിയ ഇൻഷുറൻസോട് കൂടി 1 ഇയറിലേക്ക് പുതിയ ഇൻഷുറൻസ് അടക്കം നമുക്ക് 4,75,000 ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഒരു 4 ലക്ഷം വരെ ഇതിനകത്ത് അല്ലെങ്കിൽ 4,25,000 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 5 വർഷത്തെ മാസ കാലയളവോടുകൂടി. ഏകദേശം EMI 9,500 to 10 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഏകദേശം 35ഓളം ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ഒരു നീണ്ട കളക്ഷൻ തന്നെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് വാഹനങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചിടുന്നവരാണെങ്കിൽ ഇതിനകത്ത് സ്റ്റോക്ക് ഉണ്ടാവും. ഏകദേശം ഒരു 2 lakh മുതൽ 8 ലക്ഷം വരെ 8 lakh അല്ലെങ്കിൽ 10 lakh ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളാണ് നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം 2021 മോഡൽ റിനോൾട്ടിൻ്റെ ക്ലൈംബർ
ക്വിഡ് ക്ലൈംബർ എഡീഷനിൽ വരുന്ന വാഹനമാണ്. ഓട്ടോമാറ്റിക് വാഹനം. വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 21 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. ഏകദേശം ഓൺ റോഡ് പ്രൈസ് 7 ലക്ഷത്തിന് മുകളിൽ പ്രൈസ് വരുന്നൊരു വാഹനം കൂടിയാണിത്. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ക്ലൈംബറിലായതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് പറയും. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. 1 ലിറ്ററിൽ വരുന്ന വാഹനമാണ്. 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ടാവും. AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കിഡ് സാധാരണ ഇതിൽ നിങ്ങളെല്ലാം 2 ഡോർ പവറിൻ്റെ ആണ് കണ്ടിട്ടുണ്ടാവുക. ഈ ഒരു വാഹനത്തിനകത്ത് 2020 ശേഷമുള്ള വാഹനങ്ങളെല്ലാം 4 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. പിന്നെ വളരെ ലോ കിലോമീറ്റർ ഓടി 13,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ എവിടെയും പരിക്കോ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല. ടയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 18,000 കിലോമീറ്റർ ഇനിയും ഓടാനുള്ള ടയേഴ്സ് കിടക്കുന്നുണ്ട്. സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറിൻ്റെ ഒരു കുറവുണ്ട്. കമ്പനി കവറാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അത് തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ആ ഒരു കളർ ഡിസൈൻ ക്ലൈംബറിൻ്റെ ഡിസൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഓറഞ്ച് ബാഡ്ജിങ് ആണ് ക്ലൈംബർ എന്നുള്ളൊരു വാഹനത്തിന് മറ്റുള്ള കിറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഗിയർ ലിവറിൻ്റെ അടുപ്പിച്ച് ഗിയർ ലിവറിന് ചുറ്റും പിന്നെ ഒരു ഓറഞ്ച് ഇത് കൊടുത്തിട്ടുണ്ട്, ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റീരിയോക്ക് അകത്ത് ആ ബോർഡർ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡോർ പാഡിനകത്ത് ആ ഒരു ഓറഞ്ച് തീം വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ആ ഒരു തീം ഓറഞ്ച് തീമിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് ക്ലൈംബർ എന്നുള്ളൊരു വാഹനം മറ്റുള്ള കിഡിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ ഭാഗങ്ങളിൽ ഒരു കിഡ് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ അത് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരേപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല മിൻ കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനമാണ്. 2021 മോഡൽ ക്ലൈംബർ ഓട്ടോമാറ്റിക് വാഹനം. അതും വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. എൻജിൻ ഭാഗം കാണിക്കാം. പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2 സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം പക്കാ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ വാഹനം സ്വന്തമാക്കാം. വെറും 4,80,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി 7 ലക്ഷത്തിന് മുകളിൽ പ്രൈസിങ് വരുന്നൊരു വാഹനമാണ്. ഇപ്പോൾ നിലവിൽ ഓൺ റോഡ് പ്രൈസ് ചെയ്യുന്നൊരു വാഹനമാണ്. 4,80,000 ഈ വാഹനം സ്വന്തമാക്കാം. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം 5 വർഷത്തെ മാസത്തവണയോടുകൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഏകദേശം EMI ഒരു 10 രൂപ റേഞ്ചിലാണ്, അല്ലെങ്കിൽ 10,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ടാറ്റയുടെ ഒരു ഓട്ടോമാറ്റിക് വാഹനം. അതും വെറും 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2018 മോഡൽ ടിയാഗോ XZA എന്നുള്ള വേരിയൻ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. 2018 ഏകദേശം 4-5-6 വർഷം കൊണ്ട് വെറും 20,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്ററുള്ള ലൈറ്റ് യൂസിംഗ് ഉള്ള KL02 കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. മിൻ കണ്ടീഷനിൽ നല്ല ഷോറൂം സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ളൊരു വാഹനം. XZA എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. പല വീൽസ് തുടങ്ങിയുള്ള 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, AMT ഗിയർ ബോക്സ് ആണ് വാഹനം വരുന്നത്. സ്റ്റാരിങ് കൺട്രോൾസ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽഡ് കൊടുത്തിട്ടുള്ള ഒരു വേരിയൻ്റാണ് XZA പ്ലസ് എന്നുള്ള വേരിയൻറ്റ്. XZA എന്നുള്ള ഒരു വേരിയൻറ്റ്. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗർ വരുന്നുണ്ട്. ബോഡി കാര്യങ്ങൾ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങൾ പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. ചെറിയ റീപെയിൻറ്റ് വർക്ക് നടന്നിട്ടുണ്ട്. ബമ്പറിൽ റീപെയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ക്വാർട്ടർ പാനലിൻ്റെ താഴെ ഭാഗത്ത് ചെറിയ ടച്ചപ്പ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലം സീറ്റ് കവറൊക്കെ ഒരു സപ്പോർട്ട് കൂടി നല്ല പിന്നെ അത്യാവശ്യം നല്ല സപ്പോർട്ട് കൂടി തൈ സപ്പോർട്ടോട് കൂടി നല്ല സീറ്റ് കവർ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടിയാഗോ എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ സീറ്റ് കവറിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് എക്സ്ട്രാ ആക്സറീസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. ഈ ഒരു ഗിയർ നോബ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് എത്ര ലോ കിലോമീറ്റർ വാഹനമാണെങ്കിലും കിലോമീറ്റർ കൂടിയ വാഹനമാണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക ടിയാഗോ വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഈ ഒരു നോബ് ഈ ഒരു രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടാവും. വേറെ എവിടെയും വാഹനത്തിനകത്ത് ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും വരാറില്ല. പക്ഷേ ഈ ഒരു ഭാഗം ഈ ഒരു പിന്നെ ഗിയർ ലിവറിൻ്റെ ഈ ഒരു നോബും അതേപോലെ തന്നെ നമ്മുടെ AC വിൻഡിൻ്റെ ഈ ഒരു പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പിന്നെ ഈ ഒരു പീസും എല്ലാ വാഹനങ്ങൾക്കും ഡാമേജ് കാണുന്നുണ്ട്. അപ്പോൾ മേ ബി അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ കുറവുകൊണ്ടായിരിക്കാം. അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും ലഭിക്കുന്നൊരു വാഹനമാണ് ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക് വാഹനം. എൻജിൻ സൈഡ് കാണിക്കാം. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. അപ്രോണോ ചേസോ അല്ലെങ്കിൽ ഈ ഒരു സൈഡ് പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല പക്ക ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്നു. ഓയിൽ ലീക്ക് ഇല്ല. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത
പക്ക നല്ല ഹൈ ക്വാളിറ്റി വാഹനം അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് 2018 മോഡൽ വെറും 20,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ടിയാഗോ ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാം 5,50,000 രൂപക്ക് ഒരു 4,75 വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. അപ്പോൾ 75,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. അതും 5 വർഷത്തേക്കായിരിക്കും ഇതിന്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 11 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടായിന്റെ മറ്റൊരു ഹാഷ്ബാക്ക് സെഗ്മെന്റ് വരുന്ന വാഹനമാണ് ഹ്യൂണ്ടായി ഗ്രാൻഡ് ഐറ്റൺ 2014 മോഡൽ സ്പോർട്സ് വേണ്ടി വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 36,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം. 10 വർഷം കൊണ്ട് 36,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 59 തളിപ്പറമ്പ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. സ്പോർട്സ് എന്നുള്ള വേരിയൻ്റ് ആയതുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുണ്ടെന്നുള്ള മറ്റൊരു ഹൈലൈറ്റ്. സാധാരണ ഇതിൽ സ്പോർട്സിലൊന്നും പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരാറില്ല, ആസ്റ്റക്കകത്ത് മാത്രമാണ് വരാറ്. ആസ്റ്റയിൽ വരുന്ന 2 ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് കാണാണ്ട്. ഒന്ന് ആസ്റ്റയുടെ അലോയ് വീൽസും വരുന്നുണ്ട്, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്പോർട്സിനകത്ത് ഇത്രയും ഫീച്ചർ വന്ന് എന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ അതേപോലെ തന്നെ സ്പോർട്സിനകത്ത് വരുന്ന സാധാരണ ഇതിൽ വരുന്ന സ്റ്റാരിംഗ് കൺട്രോൾ ഈ ഒരു വാഹനത്തിനകത്ത് കാണാനില്ല. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ 1-2 സ്ക്രാച്ചുകളുണ്ട്. ഡിക്കിയുടെ ഭാഗങ്ങൾ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്വാർട്ടർ ബാലിൻ്റെ അതുപോലെ ഈ സൈഡിൽ ചെറിയൊരു ഡെൻറ്റും വന്നിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും എക്സ്റ്റീരിയർ ഭാഗങ്ങളിൽ പറയാനില്ല. പിന്നെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സീറ്റ് കവറൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അഡീഷണലി ഇതിനകത്ത് ഫിറ്റിംഗ്സോട് കൂടി നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എയർ ബാഗ്, ABS ഒന്നും വരുന്നില്ല. അലയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ എയർ ബാഗ്, ABS ഒക്കെ ഈ ഒരു വേരിയൻ്റിൻ്റെ അകത്ത് കൊടുക്കാതെയാണ് വാഹനം ഇറക്കിയിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഇതിനകത്ത് ഈ ഒരു വേരിയൻ്റിനകത്ത് വന്നിട്ടുണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേറെ കാര്യപ്പെട്ട ഡാമേജ് ഇന്റീരിയർ ഭാഗങ്ങളൊന്നും വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് 2014 മോഡൽ ഐറ്റൺ സ്പോർട്സ്. വെറും 36,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയേഴ്സാണ്, 4 ടയറുള്ള ഒരു 60% ടയേഴ്സ് എന്ന് പറയാം. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊരിക്കോ ഡാമേജ് ഒന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. പിന്നെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും തന്നെ കാണാനില്ല. ഈ ഒരു സൈഡ് പാസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നത്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ വെറും 3,45,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഒരു 2,80, 2,90 അല്ലെങ്കിൽ 3 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. അതും 4 വർഷത്തെ മാസ കാലയളവോട് കൂടി ഏകദേശം 8 to 8,500 റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെന്റ് വാഹനം. അത്യാവശ്യം എല്ലാവരും എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് മാരുതിയുടെ വാഗണർ. അതും ലോ ബഡ്ജറ്റിൽ വരുന്നൊരു വാഗണറാണ്. 2011 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന LXI വേണ്ടിയിരുന്ന 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. LXI ആയതുകൊണ്ട് തന്നെ 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള നോർമൽ ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. K series എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം തന്നെയാണിത്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% ബാക്ക് ടയേഴ്സും ഉണ്ട്. 80-90% ഫ്രണ്ട് ടയേഴ്സും വരുന്നുണ്ട്. ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് 2011 മോഡൽ വരുന്ന വാഗണർ LXI വേണ്ടിയിരുന്ന വാഹനം. ബാക്ക് റോക്കൊക്കെ നോക്കുകയാണെങ്കിൽ ടൈൽ ലാമ്പിനകത്ത് ചെറിയൊരു ക്രാക്ക് ഉണ്ടെന്ന് മാത്രമേ ചെറിയ നെഗറ്റീവ് ഉള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഒരു കോഫി കളർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വാഗണർ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളൊരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. കമ്പനി ഫിറ്റിങ്ങിൻ്റെ പുറമെ ഒരു അഡീഷണൽ ഫിറ്റിംഗ് സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ക്രീൻ ഇതിനകത്ത് LCD ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. വേറെ ഇന്റീരിയർ ഭാഗങ്ങളിലൊന്നും കാര്യപ്പെട്ട ഡാമേജ് പരിക്കൊന്നും ഇല്ലാത്ത നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം എന്ന് പറയാൻ പറ്റും. എൻജിൻ സൈഡിൽ കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ എവിടെയും ഡാമേജ് ഒന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നുമില്ല. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു റെസ്റ്റ് ഈ ക്രോസ് ബമ്പറിന് ഭാഗത്ത് ചെറിയ തോതിൽ റെസ്റ്റ് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ചെറിയൊരു നെഗറ്റീവെങ്കിലും പറയാനുള്ളൂ. വേറെ ഉള്ളിലേക്ക് ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഉൾഭാഗങ്ങൾ ചെറിയതായിട്ട് റെസ്റ്റ് വന്നതിന് ശേഷം അത് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു പെയിൻറ്റിങ് കോട്ടിങ് അവിടെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് 2011 മോഡൽ വരുന്ന വാഗണർ LXI വേണ്ടിയ വാഹനം. ഒരു ഫിനാൻസ് സൗകര്യം ലഭിക്കും. ഒരു 1,25 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അതും 2 വർഷത്തെ മാസക്കാലയളവ് കൂടി ഏകദേശം 7,500 to 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം 10-12 വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഇനി കാണിക്കാത്ത ഒട്ടനവധി വാഹനങ്ങളുണ്ട്. അതിനകത്ത് പെട്ടൊരു വാഹനമാണ് ഹോണ്ടയുടെ സ്കോഡയുടെ റാപ്പിഡ് സ്റ്റൈൽ എന്നുള്ള വേണ്ടിയിരുന്ന വാഹനം. 2017 മോഡൽ പെട്രോൾ എഞ്ചിൻ സെക്കൻഡ് ഓണർഷിപ്പിൽ 70-something കിലോമീറ്ററുള്ള നല്ലൊരു പെർഫോമൻസ് കാർ അടക്കം നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. അതും DSG ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന വാഹനം. ടോർക്ക് കൺവെർട്ടറാണ് വരുന്നത്. കാല് വെച്ച് കഴിഞ്ഞാൽ വാഹനം പറക്കുന്ന പെർഫോമൻസ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ഈ വാഹനമൊക്കെ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാറ്റലോഗുണ്ട്, പ്രൈസിങ് കാര്യങ്ങളെല്ലാം കാറ്റലോഗിലുണ്ട്.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഏകദേശം 200 ചില്ലാനം വാഹനങ്ങളാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ മൊത്തം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് കാറ്റലോഗിനകത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ സ്റ്റോക്ക് കയറാൻ കിടക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്ക് വൈകുന്നേരം സമയമായി, ഏകദേശം 6 മണിയോളമായി. നമ്മൾ പിന്നെ രാവിലെ തുടങ്ങിയ വീഡിയോ എടുക്കലാണ്. അപ്പോഴേക്കും നമുക്ക് പുതുതായിട്ട് ഒരു 4-5 പുതിയ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കാറ്റലോഗിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റാറ്റസിലൊക്കെ ഇന്ന് വൈകുന്നേരത്തോട് അപ്ഡേഷൻ നടക്കും. അപ്പോൾ ഡെയിലി ബേസിൽ ചെക്ക് ചെയ്യുന്നവരുണ്ടെന്ന് അറിയാം. ഓൾ കേരള നമുക്ക് ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഡെലിവറി പോയിന്റ് ബാക്ക് കിടക്കുന്നത് ഇന്നിപ്പോൾ ഏകദേശം 7ാമത്തോളം ഡെലിവറിയാണ് ഇപ്പോൾ നമുക്കിന്ന് ചെയ്യാനുള്ളത്. പെരുന്നാളോടനുബന്ധിച്ച് ഒത്തിരി പേരാണ് പെരുന്നാളിൻ്റെ മുമ്പ് വാഹനങ്ങൾ എടുക്കുന്നവർ. അപ്പോൾ ഡെലിവറിക്ക് ഒരു ഗ്യാപ്പും കിട്ടുന്നില്ല. അങ്ങനെ ഡെലിവറി പുതിയ വാഹനങ്ങളൊക്കെ ഡെലിവറി ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും വൈകിക്കേണ്ട, നാളെ ഒരു ദിവസം കൂടി ഉണ്ട് പെരുന്നാളിൻ്റെ മുമ്പ്. നാളെ സൺഡേ നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പിലേക്ക് പോരുക. നാളെ ഇവിടെ ഫുൾ ഡേ അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും വാഹനം നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുൻകൂട്ടി വിളിച്ചതിന് ശേഷം കൺഫേം ആക്കിയതിന് ശേഷം വരിക. ഇന്ന് തന്നെ ഉണ്ടായി ഒരു വാഹനം ഇതിന് വന്ന് ഒരേ സമയം തന്നെ 2 പാർട്ടി വന്നു. അതിനകത്ത് ഒരു പാർട്ടി വേഗം അഡ്വാൻസ് ചെയ്ത് ബുക്കിംഗ് ചെയ്തു, മറ്റേ പാർട്ടിക്ക് അത് വാഹനം കിട്ടാത്ത പ്രശ്നം വന്നു. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. വാഹനം ഉണ്ട് ഇല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ യാത്ര ഇങ്ങോട്ട് ആരംഭിക്കുക. അപ്പോൾ ഇത്രയൊക്കെ വാഹന വിഷയം മറ്റേ വീഡിയോ വീണ്ടും ബൈ.